യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ തൻ്റെ പിതാവായ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുകയാണ്. കാരണം ബുദ്ധിമാന്മാരിൽ നിന്ന് മറച്ചു വെച്ച ശിശുക്കൾക്ക് തൻ്റെ മകനെ വെളിപ്പെടുത്തി കൊടുത്തതിനുള്ള നന്ദി അർപ്പണമാണിത്. ഇപ്പോൾ വളരെ മനോഹരമായൊരു പ്രാർത്ഥനയാണ്. ക്രിസ്തു തൻ്റെ പിതാവായ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുകയാണ്. ഇതിൻ്റെ കാരണം അന്ന് ആ കാലഘട്ടത്തിലെ വിജ്ഞാനികളും വിവേകികളും എന്നറിയപ്പെട്ടിരുന്ന നിയമജ്ഞർ, ഫരിസേയർ, പ്രമാണിമാർ, പുരോഹിതന്മാർ, ഇവർക്ക് ആർക്കും ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതിന് കാരണം ദൈവം അവർക്കത് വെളിപ്പെടുത്താത്തതാണ്. ദൈവം അത് വെളിപ്പെടുത്തിയത് ഈ വിവേകികളായ വിജ്ഞാനികളായ മനുഷ്യർ, അറിവും വിവരവും ഇല്ലാത്തവരെന്ന് ചാപ്പ കുത്തി മാറ്റി നിർത്തിയിരുന്ന കുറേ ചെറിയ മനുഷ്യർക്കാണ്. അപ്പോൾ ഇത് അവർക്കത് മനസ്സിലാക്കാനുള്ള കൃപ ലഭിച്ചത് ദൈവം തന്നെ വെളിപ്പെടുത്തിയത് കൊണ്ടാണ്. അത് യേശുനാഥൻ ഒരു സത്യം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ ലോകത്ത് നമ്മൾ സത്യം മനസ്സിലാക്കുന്നതും നന്മ ചെയ്യുന്നതും ഒക്കെ ദൈവം തന്നെ നൽകുന്ന അനുഗ്രഹമാണ്. ദൈവം അനുഗ്രഹിക്കാതെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് യേശുനാഥൻ പറഞ്ഞത്, ഈ ചെറിയ മനുഷ്യർക്ക് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ കഴിവുകൾ കൊണ്ടല്ല, ദൈവം അവരെ അനുഗ്രഹിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഈ വിജ്ഞാനികളും വിവേകികളുമായ മനുഷ്യർ, ഫരിസേയരും നിയമജ്ഞരും ഒക്കെ, അവർ ക്രിസ്തുവിനെ മനസ്സിലാക്കാതെ പോയി. അവർ മനസ്സിലാക്കാതെ പോയത് അവർക്ക് ദൈവാനുഗ്രഹം സ്വീകരിക്കാൻ തുറവിയില്ലായിരുന്നത് കൊണ്ടാണ്. അവരെയും ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ അവർ അനുഗ്രഹം സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചില്ല. അത്രത്തോളം തുറവി അവർക്കില്ലായിരുന്നു. അതിന് യേശുനാഥൻ തൻ്റെ ദൈവത്തിന് നന്ദി. അപ്പോൾ ചെറിയ കാര്യങ്ങൾ ദൈവത്തിന് നന്ദി അർപ്പിച്ച് സ്തുതികൾ അർപ്പിക്കുന്ന ഈശോയെ നമ്മൾ കാണും. ഈ സുവിശേഷം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇങ്ങനെ നന്ദി പറയുന്ന, സ്തുതിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറണമെന്നാണ്. ചെറിയ കാര്യങ്ങളെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, പക്ഷേ യേശുനാഥൻ നന്ദി അർപ്പിക്കുന്നത് വലിയൊരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. കാരണം ക്രിസ്തുവിനെ മനസ്സിലാക്കിയ ഈ ചെറിയ മനുഷ്യർക്ക് അവർക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് വലിയ ബോധമൊന്നുമില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ വാങ്ങിക്കൂട്ടുന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, നന്മകൾ. ഇപ്പോൾ യേശുനാഥനെ കുറിച്ച് നമുക്കറിയാം. അത് തന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വലിയ വലിയ മനുഷ്യർക്ക് സാധിക്കാതിരുന്ന കാര്യമാണ് ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് മനസ്സിലായത്. ക്രിസ്തുവിൻ്റെ വചനം ശ്രവിക്കാൻ, അവൻ്റെ ശരീരം ഭക്ഷിക്കാൻ കിട്ടിയ ഭാഗ്യം. അപ്പോൾ ഒരുപക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല, ഇതൊക്കെ മഹാഭാഗ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളും തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നമ്മൾ നന്ദി അർപ്പിക്കണം. ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ അനുഗ്രഹിച്ചതിന്, അവനെ ഭക്ഷിക്കാൻ അനുഗ്രഹിച്ചതിന്, അവൻ്റെ സൗഖ്യദായകമായ കൂദാശ സ്വീകരിക്കാൻ അനുഗ്രഹിച്ചതിന്, അവൻ്റെ ജീവിത രീതി സ്വീകരിക്കാൻ, ഒരു ക്രൈസ്തവനാകാൻ സാധിച്ചത്, ഇതൊക്കെ വലിയ അനുഗ്രഹമാണ്. ചെറിയ മനുഷ്യനായ നമുക്ക് ദൈവം നൽകിയ വലിയ അനുഗ്രഹമാണ്. അപ്പോൾ അതൊക്കെ ഓർത്ത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന നന്മകൾ ഓർത്ത് അവിടുത്തെ നമുക്ക് സ്തുതിക്കാൻ കഴിയണം. യേശുവിനെ പോലെ യേശുനാഥൻ സ്തുതിക്കുമ്പോൾ ഓർക്കണം, അവൻ തൻ്റെ അപ്പനായ ദൈവത്തോടെ പ്രാർത്ഥിച്ചിരുന്നത്. നമുക്കും ഈ ഒരു മക്കളെന്ന നിലയിലുള്ള അരൂപിയാണ് ഉണ്ടാവേണ്ടത്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തിന് നന്ദി അർപ്പിക്കുമ്പോൾ. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് നൽകിയ നന്മകൾ ഓർത്ത് നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ചെറുതും വലുതുമായ നന്മകൾ ഓർത്ത് യേശുനാഥനെ പോലെ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ അവരെ നമുക്ക് സ്തുതിക്കുകയും ചെയ്യാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ നമ്മെ അതിനെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.